ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറിച്ച് പറയാനുള്ള ചില കാര്യങ്ങൾ. യെസ്, നിരുപമ എന്ന ഭാര്യ രാജീവ് എന്ന ഭർത്താവിനെ കുറിച്ച് പറയുകയാണ് 919 സ്പോട്ട്ലൈറ്റിൽ നീതയുടെ കൂടെ. നിരുപമ ഉണ്ട് ഇപ്പോൾ എന്റെ തൊട്ടടുത്ത്. നമസ്കാരം, ഞാൻ മഞ്ജു വാര്യറാണ്. രാജീവ് ഒരു നല്ല ഹസ്ബൻഡ് ആണോ? അതെ അതെ, ഇതൊരു എന്താ പറയാ, സ്ത്രീകളുടെ ഒരു കഥ പറയുന്ന സിനിമയാണ്. സ്ത്രീകളെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു സിനിമയാണെങ്കിലും ഒരിക്കലും ഒരു പുരുഷനെ താഴ്ത്തി കെട്ടിക്കൊണ്ടുള്ള ഒരു സിനിമയല്ല ഹൗ ഓൾഡ് ആർ യു. അപ്പൊ ഇതൊരു വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ തന്നെ കടന്നു പോയിക്കൊണ്ടിരിക്കാൻ സാധ്യതയുള്ള സിറ്റുവേഷൻസ് മാത്രമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അല്ലാതെ സ്ത്രീയെ നന്നാക്കി കാണിക്കാൻ വേണ്ടി പുരുഷനെ ഒരിക്കലും ഇതിൽ മോശമാക്കി പറഞ്ഞിട്ടില്ല. നിരുപമ രാജീവിനോട് മഞ്ജു വാര്യർ യോജിക്കുന്ന നിലപാടുകൾ എന്തൊക്കെയാണ് നിരുപമയുടെ ക്യാരക്ടറിൽ? ഇതിപ്പോ ഞാൻ മഞ്ജു വാര്യർ എന്നുള്ള ഞാൻ മാത്രമല്ല, കേരളത്തിലെ ഏതൊരു സ്ത്രീയും എന്താ പറയാ, നിരുപമ ചിരിക്കുമ്പോൾ കൂടെ ചിരിച്ചിട്ടുണ്ടാവും, നിരുപമ സങ്കടപ്പെട്ടപ്പോൾ കൂടെ കരഞ്ഞിട്ടുണ്ടാവും. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിരുപമയുടെ ഒരു ഫൈറ്റ് കാണുമ്പോൾ നിരുപമ ജയിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടാകും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. നിരുപമയുടെ സ്വഭാവത്തിൽ ഇഷ്ടപ്പെടാതെ പോയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നിരുപമ പാവം. നിരുപമ ഇപ്പൊ ഒരുപാട് പേർക്ക് പ്രചോദനമാണ്. മഞ്ജു വാര്യറിനെ റിയൽ ലൈഫിൽ ഇതേപോലെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ലേഡീസ് ആരൊക്കെയാണ്? ഒരാളെന്ന് ഉള്ളത് എടുത്തു പറയാൻ പറ്റില്ല. പലരുടെയും ഞാൻ വായിക്കാറുണ്ട്. ഇപ്പോൾ പല മാഗസീൻസിലും വരുന്ന ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിച്ച സ്ത്രീകളുടെയൊക്കെ കഥകൾ വായിക്കാറുണ്ട്. അത് ഈ മറ്റേ ബിസിനസ് ലെവലിലും അങ്ങനെയുള്ളത് മാത്രമല്ല, ചെറിയ വരുമാനത്തുനിന്നൊരു ഭാഗം മാറ്റി വെച്ചിട്ട് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സ്ത്രീകളെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. പലരുടെയും പേര് എനിക്ക് ഓർക്കുന്നില്ല, അതുകൊണ്ട് ഞാനിവിടെ ആരുടെയും പേര് പറയുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വനിതകളോട് എനിക്ക് വലിയ ബഹുമാനമുണ്ട്. സ്വന്തമായി ഇങ്ങനെ എന്തെങ്കിലും ചാരിറ്റി പ്രവർത്തനങ്ങൾ അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാം എന്ന് തോന്നുന്നുണ്ടോ? അതൊക്കെ എന്താ പറയാ, ഒരു കൈ ചെയ്യുന്നത് മറ്റേ കൈ അറിയരുതെന്നല്ലേ പറയാ. അപ്പൊ നമ്മൾ അറിയുന്നില്ല നടക്കുന്നുണ്ട് എന്നാണോ പറഞ്ഞതിന്റെ അർത്ഥം? എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ആർക്കെങ്കിലും ഗുണകര ഒരു സഹായം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയാൽ ആവുന്നതാണെങ്കിൽ ചെയ്യാറുണ്ട്. പറയുന്നത് മഞ്ജു വാര്യർ. ഒന്നും രണ്ടും വല്ലതാണോ? കഴിഞ്ഞ 14 വർഷത്തെ വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്, പറയാനുണ്ട്. റേഡിയോ ബാങ്ക് 91.9 ഞാൻ നീത. ഇത് 919 സ്പോട്ട്ലൈറ്റ്. 919 സ്പോട്ട്ലൈറ്റിന്റെ ഈ എക്സ്ക്ലൂസീവ് എപ്പിസോഡിൽ ഇപ്പോ എന്റെ കൂടെ ഉണ്ട് സാക്ഷാൽ മഞ്ജു വാര്യർ. ഐശ്വര്യ റായിയും അമിതാഭ് ബച്ചനെയൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഫോണിൽ വിളിക്കാനുള്ള ഒരു സൗഹൃദം ഉണ്ടോ? ഞാൻ അങ്ങനെ ഒരു ദുരുപയോഗം ചെയ്തിട്ടില്ല ആ ഒരു സ്വാതന്ത്ര്യം. വാട്സാപ്പിൽ ഇടയ്ക്കിടയ്ക്ക് ഹായ് ഹൗ ആർ യു എന്നൊക്കെ ഒരു മെസ്സേജ് ഐശ്വര്യ റായിയുടെ വരാറുണ്ടോ? ഇല്ലില്ല. കേന്ദ്രത്തിലെ പുതിയ സർക്കാരൊക്കെ വരാൻ പോവാണ്. ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു ലേഡി എന്നുള്ള രീതിയിൽ എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് സ്ത്രീകൾക്ക് വേണ്ടത്? നമ്മുടെ നാട്ടില് കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങളും ഒക്കെ ആണല്ലോ. അപ്പോൾ അതിനൊക്കെ എന്താ പറയുക, സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒക്കെ സ്റ്റെപ്സ് എടുത്താൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ ഞാൻ പല സ്ഥലത്തും വായിച്ചിട്ടുണ്ട്, യാത്ര ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് ബാത്റൂം ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ പല സ്ഥലത്തും വളരെ കുറവായിട്ട് കാണാറുണ്ട്. പണ്ടത്തെ പോലെ അത്രയും മോശമല്ല, പക്ഷെ എന്നാലും ഇപ്പോഴും വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ കുറച്ചും കൂടി ചെയ്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണോ ഷീ ടാക്സിയുടെ ഒക്കെ ബ്രാൻഡ് അംബാസിഡർ ആയത്? ഷീ ടാക്സിയുടെ ആശയം കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. ഇത് ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണോ എന്ന് നമുക്ക് അറിയില്ല, പക്ഷെ ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത് സർക്കാരിന്റെ സഹായത്തോടു കൂടി സ്ത്രീകൾ ഓൺ ചെയ്ത് സ്ത്രീകൾ ഓടിച്ച് സ്ത്രീകൾക്ക് വേണ്ടി ഓടിക്കുന്ന സ്ത്രീകൾ ഓടിക്കുന്ന ടാക്സികളുണ്ട്. പല സ്ഥലത്തുണ്ട്, ദുബായിലുണ്ട്, ഡൽഹി, ബോംബെ, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ സ്ത്രീകളുടെ ഉടമസ്ഥതയിൽ സ്ത്രീകൾ തന്നെ ഓടിച്ച് സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു കൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ നമ്മുടെ സർക്കാരിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഇങ്ങനെ നമ്മുടെ സ്ത്രീകളുടെ ഒരു സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വന്നപ്പോൾ അതിന്റെ ഒരു ജെനുവിനിറ്റി ഉണ്ടല്ലോ. അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ഒരു ഗുഡ് വിൽ അംബാസഡർ ആവാനുള്ള ഒരു ക്ഷണം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ അത് വേറൊന്നും ഞാൻ ആലോചിച്ചില്ല. അപ്പൊ ചോദ്യങ്ങൾ ഇനി വീണ്ടും നിരുപമയിലേക്കും ജീവിതത്തിലേക്കും. വെൽക്കം ബാക്ക് ടു 919 സ്പോട്ട്ലൈറ്റ്. അങ്ങനെ ചുമ്മാ ഒരു 919 സ്പോട്ട്ലൈറ്റ് അല്ല, എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ വിത്ത് മഞ്ജു വാര്യർ. ഒപ്പം തന്നെയുണ്ട് ഞാൻ നീത. അപ്പൊ ഇനി സിനിമയിലെ നിരുപമയോട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. പച്ചക്കറി വാങ്ങുക, ബസിന്റെ കമ്പിയിൽ തൂങ്ങി ഇന്ന് യാത്ര ചെയ്യുക, നടന്നു പോകുമ്പോ ചെരുപ്പിന്റെ വാറ് പൊട്ടി പോവുക, ഇതൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ചെരുപ്പിന്റെ വാറ് പൊട്ടി പോകുന്നത് ഇഷ്ടംപോലെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. മിക്കവാറും ഏതെങ്കിലും ഫംഗ്ഷനിലൊക്കെ നിൽക്കുന്ന
സമയത്ത് ചെരുപ്പ് കൂട്ടി അങ്ങനെ ഊരിയിട്ട് ചെരുപ്പില്ലാതെ നടന്നു പോയിട്ടുള്ള അനുഭവങ്ങൾ അയ്യോ, എനിക്ക് ആലോചിക്കാൻ വയ്യ ആ സിറ്റുവേഷൻ. എങ്ങനെ ആ ചമ്മലിനെ ഓർക്കും ചെയ്യും? ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ ചെരുപ്പ് പൊട്ടിയത് ഞാൻ മാത്രമേ അറിഞ്ഞുള്ളൂ. ചെരുപ്പ് അവിടെ തന്നെ മെല്ലെ ഊരിയിട്ട് നേരെ നടന്നുപോയി. ആരും ഞാനും കാലിലേക്ക് നോക്കിയില്ല, അതുകൊണ്ട് തന്നെ മറ്റാരും ശ്രദ്ധിച്ചില്ല. അങ്ങനെ ചെരുപ്പിന്റെ വാറ് പൊട്ടി പോകുന്നത് ബസ്സിൽ തൂങ്ങി നിന്ന് യാത്ര ചെയ്തിട്ടുണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ ബോംബെയിലൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ എന്റെ ആവശ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ ഓട്ടോയിൽ സഞ്ചരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അറിയാതെ തന്നെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ സാധിച്ചു. ഈ സിനിമയിൽ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടേ വീട്ടിൽ ഇതേപോലെ കുറച്ച് പച്ചക്കറി കൃഷി തുടങ്ങിയാൽ കൊള്ളാം എന്ന് തോന്നിയോ? എന്റെ വീട്ടിൽ അത്യാവശ്യം ഉണ്ട്, കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട്. അത് കൊള്ളാം. എൻഡോസൾഫാൻ ഇല്ലാത്ത പച്ചക്കറി കഴിക്കുന്നതാണോ സൗന്ദര്യത്തിന്റെ രഹസ്യം? ചിരിക്കുന്നു. ബ്യൂട്ടി സീക്രട്ട് ഒക്കെ ചോദിക്കുമ്പോ ആളുകൾ പറയില്ലല്ലോ, നാട്ടിൽ പാട്ടാക്കില്ലല്ലോ. ഇല്ല, അങ്ങനെ സീക്രട്ട് ഒന്നുമില്ല. അപ്പൊ എന്നെ കാണുമ്പോ തന്നെ അറിയാലോ ഞാന് എന്തുമാത്രം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എന്റെ ഒരു വേഷം കണ്ടപ്പോ തന്നെ നിതയ്ക്ക് മനസ്സിലായി കാണും. ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്? ഞാൻ എല്ലാ വേഷങ്ങളും ധരിക്കാറുണ്ട്. സാരി വല്ലപ്പോഴും ഒരു കൊതി തോന്നുമ്പോ സാരി ഉടുക്കാറുണ്ട്. ജീൻസ് കുർത്ത ഇടാറുണ്ട്, ലെഗിങ്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും ഇഷ്ടം എന്താ? ജീൻസ് കുർത്ത, ലെഗിങ്സ് കുർത്ത. എല്ലാവരും അങ്ങനെയാണെന്നാണ്. ഇപ്പൊ നിത പോലും ഇട്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു വേഷം. അപ്പൊ ഇനി ഇന്റർവ്യൂ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മഞ്ജു വാര്യരുടെ സ്വപ്നം എന്താണ്? അതോടെ കേൾക്കണ്ടേ. മലയാള സിനിമയിൽ സൂപ്പർ താരങ്ങൾ നായകന്മാരാണ്, എന്നാൽ ആ കൂട്ടത്തിൽ ഇതാ ഒരു സൂപ്പർ സ്റ്റാർ നായിക. നമസ്കാരം, ഞാൻ മഞ്ജു വാര്യറാണ്. യുവർ ഡ്രീം ഈസ് യുവർ സിഗ്നേച്ചർ എന്ന് പറഞ്ഞു നിരുപമ. എന്താണ് മഞ്ജു വാര്യരുടെ ഡ്രീം? ടു മേക്ക് എ സിഗ്നേച്ചർ, അതാണ് ഡ്രീം. ഇനി ഞങ്ങൾ കേൾക്കാൻ പോകുന്നത് മഞ്ജു വാര്യർ ഫാൻസ് അസോസിയേഷൻ സജീവമാവുന്നു എന്നാണോ, മഞ്ജു വാര്യർ മറ്റു ഭാഷകളിലേക്ക് അഭിനയിക്കാൻ പോകുന്നു എന്നുള്ളതാണോ? ഫാൻസ് അസോസിയേഷൻ എനിക്ക് അറിഞ്ഞൂടെ. കുറെ പേര് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, അയ്യോ ഇതൊക്കെ നിങ്ങൾ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടം തോന്നുകയാണെങ്കിൽ എന്നെ പ്രോത്സാഹിപ്പിച്ചാൽ മതി. എനിക്ക് അതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കുക എന്നുള്ളതൊന്നും എന്നെ സംബന്ധിച്ച് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഫാൻസ് എന്നുള്ള വാക്കിനെക്കാട്ടിലും ഞാൻ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നത് വെൽവിഷർ എന്നുള്ള വാക്കാണ്. നമുക്ക് നല്ലത് വരണം, നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ് അതിനേക്കാൾ കൂടുതൽ നല്ലൊരു വാക്കായിട്ട് ഞാൻ ഉപയോഗിക്കും. അപ്പൊ ഇനി അടുത്ത സിനിമ മലയാളത്തിലായിരിക്കോ അതോ മറ്റു ഭാഷകളിൽ ഏതെങ്കിലും ആയിരിക്കും? മറ്റു ഭാഷ എന്നുള്ളൊരു ക്ലാസിഫിക്കേഷൻ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വലിയ പ്രസക്തമല്ല. കാരണം നമ്മുടെ നാട്ടിൽ മലയാള സിനിമകൾ ഓടുന്ന പോലെ തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ അതിനേക്കാളും കൂടുതൽ ആൾക്കാർ ഇടിച്ചു കയറുന്നത് തമിഴ് സിനിമകളും ഹിന്ദി സിനിമകളും ഒക്കെ വരുമ്പോഴാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഏത് സിനിമയിൽ അഭിനയിച്ചാലും മലയാളികൾ കണ്ടിരിക്കും എന്നുള്ളൊരു ഉറപ്പുണ്ട്. ഇപ്പൊ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മുടെ നാട്ടിൽ ഇല്ല. നമ്മുടെ FM റേഡിയോ ചരിത്രത്തിൽ ഇത് ആദ്യമായാണ് മഞ്ജു വാര്യർ ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു 4 hours ഇന്റർവ്യൂ ഒക്കെ നമുക്ക് തരുന്നത്. ഞാൻ ഇതിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് എന്നോട് ചോദിക്കണം എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്, എങ്ങനത്തെ ഒരാളാണ് മഞ്ജു വാര്യർ? ഒരു പ്രത്യേകതകളും ഇല്ലാത്ത നിരുപമ രാജീവ് എന്ന 36-കാരിക്ക് കൈമുതലായി ആകെയുള്ളത് ആരുടെയൊക്കെയോ വിശ്വാസങ്ങളും ആശംസകളും എന്ന് പറയുന്നത് പോലെ ഒരു പ്രത്യേകതകളും ഇല്ലാത്ത ഒരു സാധാരണ ആളാണ് ഞാൻ. അത് വിനയം കൊണ്ട് അല്ല, ഇപ്പൊ നമ്മള് സംസാരിച്ചപ്പോ തന്നെ മനസ്സിലായി കാണും. ഒന്നിലും എനിക്ക് തോന്നുന്നു ഇപ്പൊ സാധാരണ ഒരാള്, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പാട്ട് ഇറങ്ങിയ സമയത്ത് മഞ്ജു വാര്യർ എപ്പോഴെങ്കിലും ഇതിനനുസരിച്ച് ഡാൻസ് ചെയ്തിട്ടുണ്ടോ? വീട്ടിലുണ്ട്. അതിപ്പോ ആരും കാണില്ലല്ലോ, നല്ലതല്ലേ. തീർച്ചയായിട്ടും. എന്തായാലും 919 സ്പോട്ട്ലൈറ്റിന്റെ സമയം ഇവിടെ തീരാൻ പോവാണ്. മഞ്ജു വാര്യറിന് ലൈഫിൽ കുറച്ച് ഫ്രീ ടൈം കിട്ടിയ എന്ത് ചെയ്യും? അപ്പൊ കുറച്ച് നാളായിട്ട് ഫ്രീ ടൈം ഇല്ല, പക്ഷെ ഫ്രീ ടൈം ഉള്ളപ്പോ എനിക്ക് യാത്രകൾ പോകാൻ വലിയ ഇഷ്ടമാണ്. എങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് പോകാനാണ് ഇഷ്ടം? അതിനില്ല, യാത്ര എന്ന് പറഞ്ഞാൽ യാത്ര, അത് എങ്ങോട്ടാണെങ്കിലും എങ്ങനെയുള്ള യാത്രയാണെങ്കിലും എനിക്ക് വലിയ ഇഷ്ടമാണ്. മലയാള സിനിമയിൽ നിന്ന് ഒരാളെ കൂടെ യാത്രയ്ക്ക് കൂട്ടാം എന്ന് പറഞ്ഞാൽ ആരെ കൂട്ടും? എനിക്ക് ഒറ്റയ്ക്ക് പോകാനാണ് ഇഷ്ടം. അപ്പോ ആശംസകൾ ഒറ്റയ്ക്കുള്ള യാത്രകൾക്ക്. 919 സ്പോട്ട്ലൈറ്റിന്റെ ഒരു എക്സ്ക്ലൂസീവ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഹോട്ട് സീറ്റിൽ ഉണ്ടായിരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മഞ്ജു വാര്യരാണ്. എന്താണെങ്കിലും ഇനി ഇതിനെ കുറിച്ചുള്ള കൂടുതൽ അഭിപ്രായങ്ങളൊക്കെ ഫേസ്ബുക്കിൽ RJ നിത എന്ന് പറഞ്ഞ എന്റെ പ്രൊഫൈലിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. അപ്പോ താങ്ക് യു മാം, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു, ബൈ. താങ്ക് യു വെരി മച്ച്. അപ്പൊ നിതയാണ് 919 സ്പോട്ട്ലൈറ്റുമായി ഓൺ റേഡിയോ മാംഗോ 91.9. നാട്ടിലെങ്ങും പാട്ടായി.